വാണിജ്യ വാർത്ത. തിരുവല്ലാമല പാമ്പാടി വെസ്റ്റ് കോട്ടയ്ക്കൽ ആയുർ വില്ലേജ് നാച്ചുറൽപതി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. തിരുവല്ലാമല പാമ്പാടി വെസ്റ്റ് കോട്ടയ്ക്കൽ ആയുർ വില്ലേജ് നാച്ചുറൽപതി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പുനർജനി നാട്ടിലേക്ക് പതിറ്റാണ്ടുകളുടെ ആയുർവേദ പാരമ്പര്യവുമായി ആത്രേയ തപോവനമാണ് ഇനി കോട്ടയ്ക്കൽ ആയുർ വില്ലേജ് ആൻഡ് റിസർച്ച് സെന്ററായി പ്രവർത്തനം ആരംഭിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും നിർവാഹന സമർപ്പണങ്ങളിൽ ഈ ആശുപത്രിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്ന എനിക്ക് തൊട്ടപ്പുറത്ത് തന്നെ ചെവി സംഗീതോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾക്ക് പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘമായ സംസ്ഥാനത്തിൽ കിടക്കുന്നില്ല. ഇവിടെ ഞാൻ നമ്മുടെ ഡോക്ടർ അരുൺ ചന്ദ്രനോട് ചോദിച്ചു, ഇവിടെ വിശദമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായത്തിനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞു. ആയുർവേദവും അതുപോലെ തന്നെ സിദ്ധയും എല്ലാം കൂടി ചേർന്നു. യുനാനി കൂടി ആയിക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. നമ്മൾക്കാണ് പ്രധാനമായിട്ട്. അപ്പോൾ അദ്ദേഹം മൃഗങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ വൃക്ഷങ്ങൾക്ക് മനുഷ്യർക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള സംസാരിക്കുന്നത് വൃക്ഷങ്ങൾക്കും ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ തേക്കിൽ നമ്മുടെ തൃശ്ശൂര് ഒരാല് നശിച്ചു വെട്ടിമാറ്റാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവിടെ നമ്മുടെ ഔഷധ ചികിത്സ നടത്തിയ ആടിനെ സംരക്ഷിച്ചു അടുത്ത ദിവസങ്ങളെല്ലാം മാത്രം കഴിച്ചത്. അപ്പോൾ വൃക്ഷങ്ങൾക്കും ചികിത്സയും നല്ലപോലെ നശിച്ചുപോയി. പ്രായമൊന്നും നശിച്ചുപോയില്ല. അതിനെ പുനരുജ്ജീവിപ്പിച്ചു. മനുഷ്യനെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും എല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ചികിത്സാ സമ്പ്രദായം നമുക്ക് അത് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. സിദ്ധ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അതിൻ്റെ നോംസ് നമ്മൾ പാലിച്ചിരിക്കും. അതിന് ചിട്ടകൾ പാലിച്ചിരിക്കും. അത് ആയുർവേദം ചെയ്യുമ്പോഴും ഇത് തന്നെ വേണം. അത് യുനാനി ചെയ്യുമ്പോഴും അത് തന്നെ വേണം. ഹോമിയോ ചെയ്യുമ്പോഴും അത് വേണം. പലപ്പോഴും ചികിത്സിക്കുന്ന ആളുകളെയും ചികിത്സയും കുറ്റം പറയുന്നത് നമ്മൾ ഇതിൻ്റെ ചിട്ട കൃത്യമായിട്ട് പാലിക്കപ്പെടാത്തതില്ല. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ അധ്യക്ഷയായിരുന്നു. നേരത്തെ ബാനറിൽ തന്നെ പ്രകൃതിയിലേക്ക് മടങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവല്ലാമല പോലുള്ള നല്ലൊരു ഗ്രാമപ്രദേശത്ത് എല്ലാ സൗകര്യങ്ങളുള്ള ഇത്തരം ഒരു ആശുപത്രി പ്രവർത്തിപ്പിക്കാൻ ഫൈനാൻസ് കാണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള അഭിനന്ദനവും നന്ദി ആദ്യമായി അറിയിക്കുന്നു. 96-97 തോന്നുന്നു ഈ തപോവനം അന്നത്തെ പ്രസിഡന്റാണോ വൈസ് പ്രസിഡന്റ് ശ്രീ KR നാരായണൻ അവർ വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ജനപ്രതിനിധി ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഓർമ്മ വന്നത്. എന്തായാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു പുരോഗമനം വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം ഈ നമ്മുടെ നാട്ടിലൂടെ എല്ലാവർക്കും അത് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ചൊരു ഇതിൽ കൂടുതൽ കാര്യമായിട്ടൊരു ചികിത്സയൊക്കെ വേണമെങ്കിൽ അടുത്ത ജില്ലയിലൊക്കെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ചെറുതുരുത്തി പോകണം. പ്രശസ്ത സിനിമാ താരം ഇബ്രാഹിം കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി KA, മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ്, തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനീഷ് കുമാർ, CPM ഏരിയ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഉമാശങ്കർ, തിരുവല്ലാമല ദേവസ്വം മാനേജർ മനോജ് K നായർ, തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ, ചേലക്കര മണ്ഡലം വൈസ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ മൊയ്തീൻ കുട്ടി, ഫിലിം പ്രൊഡ്യൂസർ അഷ്റഫ് പണ്ടാരത്തൊടി, കോട്ടയ്ക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ ചെയർമാൻ ഹാരിസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തപോവനം എന്ന ഈ സ്ഥാപനം ആദ്യമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട
ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ സാർ അവരുകളാണ്. ആ സദസ്സിലും ഞാൻ ആ സ്റ്റേജിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ രാധാകൃഷ്ണൻ സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആര്യ സാർ പുതിയതായിട്ട് തുടങ്ങുന്ന ഈ ആയുർ വില്ലേജ് എന്ന സ്ഥാപനം ഇതൊരു തപോവനം ആശ്രമം വളരെ നല്ല രീതിയിൽ നടന്നു പോയിട്ടുള്ള ആശ്രമമാണ്. ഇപ്പോൾ അതിൻ്റെ പിന്നിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആരോഗ്യത്തിന് കൃത്യമായിട്ട് നമുക്കറിയാം, ഒട്ടേറെ ഈ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ആയുർവേദത്തിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ശ്രീ വില്വാദ്രിനാഥൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ നല്ല സന്ദർഭത്തിൽ ഇവിടെ വന്നു നിൽക്കുന്നത്. തീർച്ചയായും നിങ്ങൾ പുനർജനി നൂഴുക എന്നതിനെക്കുറിച്ച് കേട്ടിരിക്കും. ആ പുനർജനി നൂഴലിലൂടെ ഒരു പുതിയ ജന്മം, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഒടുങ്ങിയിട്ടുള്ള ഒരു ജന്മം നമുക്കുണ്ടാകുന്നു എന്നാണ് വിശ്വാസം. വിഷയം ആയുർവേദമാണെങ്കിലും ഒരു സംരംഭം എന്ന നിലയ്ക്ക് ഈ ഒരു ആയുർവേദിക് ആശുപത്രി അല്ലെങ്കിൽ അതിൻ്റെ റിസർച്ച് സെന്റർ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുഭവ പരിചയമുള്ള ഒരു നേതൃത്വം ആവശ്യം തന്നെയാണ്. 12 വർഷം കഴിഞ്ഞ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുമ്പോൾ എന്നെ വിളിച്ചതിൽ ഇതിന്റെ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. അലോപ്പതിയും ആയുർവേദവും ഹോമിയോവും സിദ്ധയുമായി ആരോഗ്യരംഗത്തെ ഒട്ടനവധി ചികിത്സാ രീതികൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിലേതാണ് മെച്ചം എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും എല്ലാം മെച്ചമാണെങ്കിലും കുറെ കൂടി മെച്ചം അലോപ്പതിയാണ്. ചികിത്സ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് പഞ്ചായത്തുമായിട്ട് സെമിനാറും ക്യാമ്പും ഇതൊക്കെ ഒന്ന് സംഘടിപ്പിച്ചു തരണമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും അത്തരം ക്യാമ്പും സെമിനാറൊക്കെ പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം സംഘടിപ്പിച്ചു തരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അവര് ഇതൊരു നല്ല രീതിയിൽ എടുത്ത് നടത്താൻ തയ്യാറായ സാഹചര്യത്തിൽ നമ്മളത് അവർക്ക് പൂർണ്ണമായിട്ടും പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാനായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അവരിത് കോട്ടക്കൽ ആയുർ വില്ലേജ് ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ എന്ന രീതിയിൽ സ്ഥാപനം ആരംഭിക്കുകയാണ്. അത് ഇന്നത്തെ ദിവസം നല്ലൊരു മംഗള മുഹൂർത്തത്തിൽ. CCV ന്യൂസ്, തിരുവല്ലോമല.